പ്രിയമുള്ള സഹോദരർ, അസ്സലാമു അലൈക്കും. മഹാനായ സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു സംഭവം, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുറിയിൽ, റൂമിൽ അവരൊരു കർട്ടൻ ഇട്ടിരുന്നു. ഒരു തുണി കൊണ്ടുള്ള ഒരു കർട്ടൻ ഇട്ടിരുന്നു. അപ്പൊ അതിലാണെങ്കിൽ ചില ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നിസ്കരിക്കാൻ കയറി വന്നപ്പോൾ ഈ ചിത്രങ്ങളുള്ള കർട്ടൻ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിയോട് പറഞ്ഞു, ആയിഷ അമീതി അന്നി കിറാമിക്കി ഹാദാ, ഈ കർട്ടൻ നീ മാറ്റണം ഇവിടെ നിന്ന്. കാരണം ഇന്ന തസാവിറഹു തുഗ്രിദു അലയ്യ ഫി സ്വലാത്തി, ഇത് എന്റെ നമസ്കാരത്തിൽ എന്റെ ശ്രദ്ധ തെറ്റിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ ഇത് ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന്. ഇതാണ് ആ സംഭവം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പുറത്തു നിന്നുള്ള ഒരാളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന വ്യക്തി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെയാണല്ലോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിൽ നബിയോടൊപ്പം കയറാനുള്ള അവസരം കിട്ടിയത്. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതി, നബി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആയിഷ ബീബിയുടെ വീട്ടിൽ ഈ ചിത്രങ്ങളുള്ള കർട്ടൻ കണ്ടപ്പോൾ നബി അത് ഒഴിവാക്കാൻ, മാറ്റാനാണ് ആവശ്യപ്പെട്ടത്. ഈ ഹദീസ് ഉദ്ധരിച്ച് പണ്ഡിതന്മാര് പറഞ്ഞ നമസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും നമസ്കരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പാടില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ വളരെ ശ്രദ്ധയോട് എന്ന് പറഞ്ഞാൽ വളരെ ഏകാഗ്രതയോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മമാണ് നമസ്കാരം. അപ്പൊ ചെറിയ ഒരു എന്തെങ്കിലും സംഗതി മതി നമ്മുടെ നമസ്കാരത്തെ ശ്രദ്ധ തെറ്റിപ്പോവാൻ. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ അത്തരം നമസ്കാരത്തെ ശ്രദ്ധിക്കേണ്ടത്. മാത്രവുമല്ല, ഇതിപ്പോ കർട്ടൻ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചില നമ്മുടെ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ പുറകിൽ നിൽക്കുന്ന, മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെയൊക്കെയും നമസ്കാരത്തിന് ശ്രദ്ധ തെറ്റിക്കുന്ന, കോട്ടം വരുത്തുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും സംഗതികളോ പ്രവർത്തികളോ നമ്മുടെ ഭാഗത്ത് വരാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മനുഷ്യനാണല്ലോ, എപ്പോൾ വേണമെങ്കിൽ ശ്രദ്ധ തെറ്റിപ്പോകാം. അങ്ങനെ നമ്മൾ കാരണമായി ഒരാളുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കഴിയാൽ അയാൾക്കുള്ളതുപോലെ ആ പാപത്തിന്റെ ഏതെങ്കിലും ഒരു അംശം നമ്മളും അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ നമസ്കാരം ഒരിക്കൽ ശ്രദ്ധ നഷ്ടപ്പെടാതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുകയും മറ്റുള്ളവരുടെ നമസ്കാരത്തെ നമ്മുടെ കാരണമായി ഒരു കോട്ടം സംഭവിക്കാതിരിക്കുകയും ശ്രദ്ധിക്കണമെന്നതാണ് ഈ ഹദീസിന്റെ വിശദീകരണവുമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ അല്പം സൂക്ഷ്മത വിഷയത്തിൽ ഇവിടെ ആയാലും വീടുകളിലായാലും ശരി, നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.